അവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുവാൻ അവർക്ക് പേടിയാണ്. അങ്ങാടിയിൽ പോകുവാൻ അവർക്ക് ഭയമാണ്. എൻ്റെ പപ്പായ്ക്ക് സംഭവിച്ചതുപോലെ ഈ നാട്ടിൽ ഇനി ഓരോ പപ്പായ്ക്കും സംഭവിക്കരുത്. ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പുറത്തിറങ്ങാൻ അവർ ഭയപ്പെടുന്നു. സാധാരണ മനുഷ്യൻ ഭയപ്പെടുന്നു. അവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുവാൻ അവർക്ക് പേടിയാണ്. അങ്ങാടിയിൽ പോകുവാൻ അവർക്ക് ഭയമാണ്. കാരണം എപ്പോഴാണ് മരണദൂതന്മാരുടെ വേഷത്തിൽ കാട്ടാനയും കാട്ടുപോത്തും പുലിയും അവരുടെ മുമ്പിലേക്ക് ചാടി വീഴുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. കാട്ടുമൃഗങ്ങളുടെ ചവിട്ടേറ്റ് കൊല ചെയ്യപ്പെട്ട ആബേലുമാരുടെ, നിഷ്കളങ്കരായിട്ടുള്ള ആബേലുമാരുടെ രക്തം വീണ് ഈ ഭൂമി കുതിരാൻ തുടങ്ങിയിട്ട് അനേക നാളുകളായി. അതിരാവിലെ കൃഷിയിടത്തിലേക്ക് കുടുംബനാഥന്മാരോട് സ്നേഹവർത്തമാനങ്ങൾ പറഞ്ഞ് വിടവാങ്ങിയ കുടുംബനാഥന്മാരുടെ വിറങ്ങലിച്ച ചേതനയറ്റ ശരീരം വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അലമുറയിട്ട് കരയുന്ന അമ്മമാരുടെ, കുടുംബനാഥന്മാരുടെ ആ രോദനങ്ങൾ കൊണ്ട് ഈ പ്രദേശം മുഖരിതമാകാൻ തുടങ്ങിയിട്ട് അനേക നാളുകളായി. എൻ്റെ പപ്പായ്ക്ക് സംഭവിച്ചതുപോലെ ഈ നാട്ടിൽ ഇനി ഓരോ പപ്പായ്ക്കും സംഭവിക്കരുത് എന്ന് കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പരിഹാരവും നമ്മൾ കാണുന്നില്ല. താൽക്കാലികമായി രാഷ്ട്രീയ നേതാക്കന്മാർ, അധികാരികൾ വന്ന് തൽക്കാലത്തെ സഹായധനങ്ങൾ നൽകുന്നു. ചില വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു. അതിന് ശേഷം എല്ലാവരും അങ്ങനെയുള്ള കുടുംബങ്ങളുടെ കാര്യം മറന്നു പോവുകയാണ്. ഭരണകർത്താക്കൾ അവരുടെ ഉത്തരവാദിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാന ഭരണാധികാരികൾ പറയുന്നത് ഇത് കേന്ദ്രം നിർമ്മിച്ച ആ നിയമത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്, ഞങ്ങൾക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ കേന്ദ്ര വനം മന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്, വെടിവെക്കുവാനുള്ള അധികാരമുണ്ട്, അവരത് ഉപയോഗിക്കാത്ത കൊണ്ടാണ്. ഈ വാഗ്വാദങ്ങളുടെയൊക്കെ ഇടയിൽ സാധാരണ ജനങ്ങൾ നിസ്സഹായർ നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പ്രതിവിധിയെന്ന് അറിയാതെ അവരമ്പരന്ന് നിൽക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, വനങ്ങളുടെ ഉള്ളിൽ വനങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിധത്തിൽ കാട്ടുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വികസനവാദികൾ പറയുന്നുണ്ട്, വികസനം നടക്കണമെങ്കിൽ മനുഷ്യൻ്റെ എണ്ണം നിയന്ത്രിക്കണം. എനിക്ക് ചോദിക്കുവാനുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ വാദിക്കുന്നവർ കാട്ടുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കണം എന്ന കാര്യത്തിൽ നിശബ്ദത പുലർത്തുന്നത്? വികസിത രാജ്യങ്ങളിൽ പോലും വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി പെരുകുമ്പോൾ വെടിവെച്ച് കൊല്ലുവാനുള്ള അവകാശമുണ്ട്, ലൈസൻസ് നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്യമൃഗങ്ങളെ തൊടുന്നത് വലിയ തെറ്റായിട്ടാണ്, കുറ്റകൃത്യമായിട്ടാണ് ഇവിടെ ഭരണാധികാരികൾ കാണുന്നത്. കാട്ടുപോത്തിൻ്റെ ആക്രമണമേറ്റ് കൊല ചെയ്യപ്പെട്ട ഒരു കൃഷിക്കാരൻ്റെ കാര്യം ചർച്ച ചെയ്യുവാൻ യോഗം വിളിച്ചപ്പോൾ വനം വകുപ്പിൻ്റെ അധികാരി പറഞ്ഞത് ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ സാധാരണ മനുഷ്യൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ അവൻ നട്ടം തിരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തിയേ തീരൂ. അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരന് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടാകും. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ യഥാർത്ഥ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നൽകിയ ഒരു ക്രമമുണ്ട് ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന്. ആ ക്രമത്തെ മനുഷ്യൻ അട്ടിമറിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായ കാരണം. വിശുദ്ധ ഗ്രന്ഥം ആ ക്രമത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ വെളിച്ചം, ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു. പിന്നെ ജലവും കരയും സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം ഈ കരയിൽ ജീവജാലങ്ങളും പക്ഷിമൃഗാദികളും സൃഷ്ടിക്കപ്പെട്ടു. അവസാനം ഈ സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും മേൽ അധികാരം ദൈവം നൽകി. എന്നാൽ ഈ ക്രമത്തിന് ഭംഗം വന്നു എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ ദൈവത്തിനെതിരായി പാപം ചെയ്താണ് ആദ്യത്തെ കാര്യം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായി
പ്രകൃതി മനുഷ്യനിൽ നിന്നകന്നു, വന്യമൃഗങ്ങൾ മനുഷ്യനെതിരായി. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ജീവിതം വളരെ ക്ലേശപൂർണമായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കൂടുതൽ നമ്മൾ പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ എല്ലാം വളരെ മനോഹരമായി ക്രമീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും നിശ്ചയമാണ്. രണ്ടാമതായി സംഭവിച്ച ഒരു ക്രമക്കേട് സെക്കുലറിസത്തിൻ്റെയും നവ ലിബറൽ ചിന്തകളുടെയും വേലിയേറ്റത്തിൽ മനുഷ്യന് ദൈവം നൽകിയിരുന്ന ആ അന്തസ്സ് കവർന്നെടുക്കപ്പെട്ടു. മനുഷ്യനേക്കാൾ പ്രാധാന്യം പ്രകൃതിക്കും വന്യമൃഗങ്ങൾക്കും നൽകപ്പെട്ടു. പ്രകൃതി സംരക്ഷിക്കപ്പെടണം, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് തെറ്റാണ്. അതേപോലെ തന്നെ കാട്ടുമൃഗങ്ങളോടുള്ള ക്രൂരതയും തീർത്തും അപലനീയമായ കാര്യമാണ്. പക്ഷേ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുമ്പോൾ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാട്ടുമൃഗത്തെ തൊടാൻ പാടില്ല. അങ്ങനെയുള്ള ആ സമീപനം അത് തീർച്ചും അപകടകരമായ ഈ വ്യതിചലനത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇവിടെ മനുഷ്യന് ജീവിക്കുവാനുള്ള ഒരു അവകാശം ഉണ്ടാകണം. ഇവിടെ മനുഷ്യൻ നിസ്സഹായനായി പോയത് അവൻ തന്നെ തുറന്നുവിട്ട ആശയഭൂതങ്ങൾ അവനെ വേട്ടയാടുന്നത് കൊണ്ടാണ്. ഇവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രതിഷേധങ്ങൾ മനുഷ്യ അധികാരികളുടെ മുമ്പിലാണ് നടത്തപ്പെടുന്നത്. അവരത് പരിഗണിക്കണമെന്നില്ല, നമുക്കൊരു പരിഹാരം നിർദ്ദേശിക്കുവാൻ അവർക്ക് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ്. അടിമത്തത്തിൽ കഴിയുന്ന തടവുകാരാക്കപ്പെട്ട ജനങ്ങള് എല്ലാ കാലത്തും ദൈവസന്നിധിയിലേക്ക് അവരുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ധ്യാനിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനം അവരുടെ ആ നിസ്സഹായതയിലെ അടിമത്തത്തിൽ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി തങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏക കാര്യം, ദൈവസന്നിധിയിലേക്ക് നോക്കി ഞങ്ങളെ രക്ഷിക്കുവാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ദേശങ്ങളില് ദേവാലയങ്ങളില് ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തണം. കർത്താവിന് മാത്രമേ, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മാത്രമേ ഈ പ്രശ്നത്തില് ഇടപെട്ട പരിഹാരം നിർദ്ദേശിക്കുവാൻ, പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമവീഥികൾ, നഗരവീഥികൾ അത് കുരിശിൻ്റെ വഴിയാൽ ജപമാല പ്രാർത്ഥനകളാൽ നിറയണം. പ്രതിഷേധ പ്രകടനങ്ങൾ നടന്ന ആ വഴിയിലൂടെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ട് ജനങ്ങൾ മുന്നേറുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു ശക്തി പ്രകടമാകും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ കാട്ടുമൃഗങ്ങളും മലമ്പനിയും അവരെ വേട്ടയാടിയപ്പോൾ അവർ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, പരിഹാര പ്രാർത്ഥനകൾ നടത്തിയപ്പോൾ കാട്ടുമൃഗങ്ങളിൽ നിന്ന്, മലമ്പനിയിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് ആവർത്തിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകമായി പെടുത്തട്ടെ. ഈ ആശയം ഈ ദേശത്ത് നടപ്പാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. മനുഷ്യൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ അനേക പ്രാവശ്യം മുട്ടിയിട്ടും വാതിൽ തുറക്കപ്പെടാതെ വന്നപ്പോൾ വൈദികരുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴികൾ, ജപമാല പ്രാർത്ഥനകൾ നടത്തുന്നത് ഈ നാളുകളിൽ കാണുവാൻ കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ പ്രാർത്ഥനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, ജപമാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. പരിശുദ്ധയമ്മ നമ്മോടൊപ്പമുണ്ട്. മക്കൾ വേദനിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് അടങ്ങിയിരിക്കുവാൻ സാധിക്കുകയില്ല. അമ്മ നമ്മുടെ കൂടെ വന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് കൂടുതൽ ജപമാലകൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ നേരിടുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുമ്പോൾ കർത്താവിൻ്റെ മഹത്വം
ഈ ദേശത്ത് നിറയുമ്പോൾ അവിടെ നിർഭയരായിട്ട് ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കും, ജനങ്ങൾക്ക് സാധിക്കും, ദൈവജനത്തിന് സാധിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. പകൽ അത് തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം, നഷ്ടപ്പെട്ട ആ മഹത്വം ഈ ദേശത്തിൻ്റെ മേൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കരുണ ഈ ദേശത്ത് പെയ്തിറങ്ങുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഈ നിസ്സഹായ അവസ്ഥ നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.